ആരൊക്കെ ഈ നേരത്തെ ആ ഇയ്യാ ഈ എന്താ വിളിക്കും പറയൊന്നും ചെയ്യാതെ പോന്നേ? ഒന്നുമില്ല, വെറുതെ പോന്നതാ. അല്ല എവിടെ സുധി എന്തിയെ? അവര് വന്നിട്ടില്ല. മക്കളോ? ഞാൻ ഒറ്റക്ക് വന്നതാ. ഒറ്റക്ക് വന്നതാ? നടക്കെന്തായാലും വായോ. അല്ല ഈ എന്റെ അബുക്കാന്റെ കല്യാണത്തിന് പോയില്ലേ? ഞാൻ ഇപ്പൊ കല്യാണത്തിന് പോകാനുള്ള മാനസികാവസ്ഥയിലൊന്നും ഇല്ല. എന്ത് മാനസികാവസ്ഥ? കല്യാണത്തിന് പോവാനും ഫോൺ ചെയ്തപ്പോ ഒരു കാര്യം പറഞ്ഞില്ലല്ലോ, അതെന്തായി? എന്താവാനാ? ഞാൻ എത്ര കാലായി പറയണേ? ഞാൻ പറഞ്ഞതല്ലേ, എനിക്ക് എന്റെ ഉമ്മാന്റെ പനി വീടാണ്, എനിക്ക് അവകാശമുള്ള വീടാണ്. നിങ്ങൾ ഇതിൽ കിടന്നിട്ട് സുഖിക്കുന്നുണ്ടല്ലോ, ഞാൻ എന്തെങ്കിലും ഇവിടെ വരുന്നുണ്ടോ? സുഖിക്കേ പിന്നല്ല. പിന്നെ ഇതിന്റെ ഉള്ളിൽ സുഖിക്കാൻ മാത്രം ഒരുപാടുണ്ടല്ലോ. ഇതിനുള്ള ഓരോന്നും എനിക്കും കൂടെ അവകാശപ്പെട്ടതാ. എന്റെ ഉമ്മാന്റെ പനി വീടാ, എനിക്ക് ഇതിനുള്ള എന്തെങ്കിലും പകുതി നിങ്ങൾ സുഖിക്കുന്നുണ്ടെങ്കിൽ അതിന് പകുതി എനിക്ക് അവകാശപ്പെട്ടതാ. അപ്പൊ പകുതി ക്യാഷ് എനിക്ക് വേണം. എന്റെ പൊന്നുമോളെ ഇവിടെ എന്തുണ്ടായിട്ടാ ഈ പറയണത്? വീടില്ലേ, സ്ഥലമില്ലേ, ഇതിന് ചക്ക മാങ്ങ മറ്റുള്ള സാധനങ്ങളൊക്കെ ഇല്ലേ, അതിന് പകുതി എനിക്കും കൂടെ അവകാശപ്പെട്ടതാ. ഒരേ വയറ്റിൽ നിന്ന് പോന്നതാ നമ്മള് രണ്ടാളും. പകുതിയുടെ കണക്കെടുക്കാൻ വന്നതാ? പിന്നെ എന്റെ ഹസ്ബൻഡും അതന്നെ പറയണത്. വീട്ടിലെന്നും ഇത് പറഞ്ഞു ഇതാണ് പ്രശ്നം. ശരിയാ, ഈ വീട്ടില് പകുതി അവകാശം എനക്കന്നെ, അല്ലാന്ന് ഞാൻ പറയണില്ല. പക്ഷെ നമ്മുടെ അമ്മി ബാപ്പയൊക്കെ ആ അപകടത്തിൽ മരിക്കണ സമയത്തെ ഈ വീട്ടിൽ ഓൺലൈൻ നിനക്കറിയോ? അന്ന് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുക 10ാം ക്ലാസ്സിൽ. ഉള്ള പഠിപ്പ് ഒഴിവാക്കി പണിക്കും പോയിട്ടാ ഈ വീട് ഞാൻ തിരിച്ചു പിടിച്ചത്. എന്നിട്ട് 4-5 കൊല്ലം കഴിഞ്ഞപ്പോൾ എൻ്റെ കല്യാണം ഞാൻ നടത്തുന്നത്. എനിക്കൊരു കുടുംബം വേണം നിൽക്കുന്നവർ തോന്നിയിട്ടില്ല. എനിക്കറിയത്താത്താ, ഞാൻ എന്താ ചെയ്യാ? ഒരു കണക്കിൽ ആലോചിക്കുമ്പോ ഇതന്നെയാണ് ശരി. എനിക്കും കൂടെ അവകാശപ്പെട്ട വീടാണ്. മൂത്ത ആളുകൾ തന്നെയാണ് മക്കളെ നോക്കലും താഴെയുള്ളവരെ നോക്കലും അവരെ പരിപാലിക്കലൊക്കെ അങ്ങനെ തന്നെയാണ് ഒരു വീടിന്റെ ദഹനാദം. ഇങ്ങനൊക്കെ പറയാൻ എന്നാ പഠിച്ച്? ഉമ്മ ബാപ്പ എനക്ക് ഇങ്ങനെയാണ് പഠിപ്പിച്ചത്, ഞാൻ എനക്ക് ഇങ്ങനെയാണ് പഠിപ്പിച്ചത്. എന്നിങ്ങനെയൊക്കെ പഠിച്ചത് പറയാന്? എൻ്റെ കല്യാണത്തിന്റെ ചെലവ് കൊണ്ട് കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ പ്രസവങ്ങളായി. അതിൻ്റെ ഒക്കെ കടന്ന് ഞാനൊന്ന് വീട്ടിൽ വന്നിട്ടുള്ളൂ. ഞാനൊന്ന് നടു നിവർത്തിക്കോട്ടെ, ഇനിയും തെരലേക്ക് ഈ ഭാരണം. ഇപ്പൊ ഇവിടുന്ന് ഞാൻ ഇറങ്ങിപ്പോയിട്ട് ഞാൻ പിന്നെ എങ്ങോട്ട് പോവാൻ? എനിക്കുള്ള ഭാഗ്യം തന്നിട്ട് ഇത് പോവാനും ഞാൻ പറഞ്ഞിട്ടില്ല. പകുതി എന്റെ കയ്യിൽ പൈസ വേണ്ടേ? ഞാൻ എവിടുന്ന് എടുക്കാനാ? എനിക്ക് വയ്യാണ്ടായി പണിക്ക് പോയിട്ട്. എന്റെ കല്യാണത്തിന്റെ കടങ്ങളും കുറിയും ഞാൻ ഇപ്പോഴും വീട്ടിക്കൊണ്ടിരിക്കുക. അതെനിക്കറിയോ? അറിയാഞ്ഞിട്ടല്ല താത്ത, അവൻ എപ്പോഴും ഇതന്നെ എന്നോട് പറയാ. ഞാൻ എന്താ ചെയ്യാ? എനിക്കറിയാം, എനിക്കും വേണ്ടിയിട്ട് ഒരു ദാമ്പത്യ സുഖം പോലും താത്ത അനുഭവിച്ചിട്ടില്ല. ഒരു ജീവിതം താത്ത എങ്ങനെയെന്ന് അറിഞ്ഞിട്ടില്ല. എല്ലാം താഴെ വളർന്ന എനിക്കും വേണ്ടിയിട്ടാ. പക്ഷെ ഞാൻ എന്ത് ചെയ്യാ? എന്റെ അവസ്ഥ അതാണ്. ഓരോ പെൺകുട്ടികളും കല്യാണം കഴിഞ്ഞു പോയാല് അവിടുത്തെ അനുഭവിക്കുന്ന ഓരോ അനുഭവങ്ങൾ അങ്ങനെ. നിന്റെ വീട്ടിൽ നിന്ന് എന്തേ കൊടുന്ന് അതാ ചോദിക്കാനുള്ളൂ. ഞാൻ കുറച്ച് പൈസ എന്തെങ്കിലും ഒപ്പിച്ചു തരാം. ഈ വീടൊന്നും വെക്കാൻ പറയല്ലേ, പോയി കിടക്കാൻ സ്ഥലമില്ല. എന്തെങ്കിലും ആരും മനസ്സിലാക്കാത്ത? സാരമില്ല, ശരി, ഞാൻ എന്തെങ്കിലും ചെയ്യാം. ഞാൻ അവരോട് എന്തെങ്കിലുമൊക്കെ പറയാം. ശരി, ഞാൻ പോവാം. അനക്ക് വെള്ളത്തിലും വേണോ? ഞാൻ വരുന്നില്ല, നീ പൊക്കോ. നീ പൊക്കോട്, ഞാനില്ല. എന്ത് പ്രശ്നം എന്താ? പ്രശ്നമൊന്നുമില്ല. അവള് വന്നിട്ടായിരുന്നു അനിയത്തി. അവൾക്ക് ഇനി ഇതിന്റെ ഷെയറും കൂടെ വേണത്ര. എന്തിന്റെ ഷെയർ? ഈ വീടിന്റെ. ഈ 5 സെന്റിന്റെ? 5 സെന്റിന്റെ കണക്കല്ലടി, ഇതിന്റെ ഷെയർ കൊടുത്ത ഞാൻ എങ്ങനെ പോവാ? മാപ്പിളയും വീട്ടുകാർക്കുള്ളല്ലേ ഇതിന്റെ 2 ഷെയർ? പാവാടി, ഒന്നും പറയണ്ട. എന്താണ് ഉദ്ദേശം? ഇനി ആ കടം കൂടെ പേടണം. ആരാടി നമുക്ക് ഇത്രയും പൈസ തരാം?
2-3 ലക്ഷമെങ്കിലും കൊടുക്കേണ്ടി വരും. അത് മതിയാവോ ഷെയർ എന്നൊക്കെ പറയുന്നത്? അറിയില്ല. എൻ്റെ ഉപ്പയമ്മ പോയ കാലം മുതലേ തുടങ്ങിയതാ ഈ പേരല്. നിനക്കറിയാം ഞാൻ എന്താ പഠിപ്പ് എത്തിയെന്ന്? പഠിക്കാൻ മോശമായതുകൊണ്ടല്ല. എൻ്റെ അനിയത്തിക്കുട്ടിക്ക് നല്ലൊരു ജീവിതം ഉണ്ടാവട്ടെ, എൻ്റെ പക്കോളം നന്നായി പഠിപ്പിക്കണം എന്നൊക്കെ ആയിരുന്നു ആഗ്രഹം. ഒന്നും ഓലങ്ങോട്ട് പോവുകയും ചെയ്ത് ഞാൻ ഒറ്റക്കാവുകയും ചെയ്തു. പിന്നെ അതിൻ്റെ കളിയും ചിരിയും അതിന് നോക്കലും അണിക്ക് പോക്കും കെട്ടിച്ചയക്കലും 2 മക്കളുണ്ടായപ്പോ കയ്യിലും വലിയ സന്തോഷായി. ഉള്ള ഞാനൊന്നും പറയണില്ല, കെട്ടിയോ ഭയങ്കര പ്രശ്നക്കാരനാ. ഗതി കെട്ടിട്ടേരിക്കാരും ഓളും വന്ന് ചോദിച്ചിട്ടുണ്ടാവും. ഷെയർ ഒന്നും നിൽക്കേണ്ടി വരില്ല. ബാധ്യതകളൊന്നും ഇല്ലല്ലോ, ഞാൻ പോവാടി എങ്ങോട്ടേക്കും. ഓലിതെടുത്തോട്ടെ. മടുത്ത ജീവിതം എൻ്റെ ജീവിതം. എന്നും കണ്ണീരും കയ്യും പ്രശ്നങ്ങളും. ഞാൻ 2 ദിവസം സന്തോഷിച്ചാലേ മൂന്നാമത്തെ ദിവസം പഠിച്ചൊക്കെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കി തരും. ഇന്ന് സമാധാനപ്പെടും. ഒക്കെ നമുക്കൊരു വഴി ഉണ്ടാക്കാം. ഈ ഇപ്പൊ വായ കല്യാണത്തിന് പോവാം. എനിക്ക് വേണ്ടടി, ഞാൻ വരുന്നില്ല. അല്ലെങ്കിൽ തന്നെ ഞാൻ എന്തിനാ തീർന്നു പോവല്ലേ? അപ്പൊ എന്റെ കൂടെ പറപ്പിനെങ്കിലും ഒരു മനസ്സമാധാനം ഉണ്ടോ? എന്ത് വർത്താനം പറയാ, നീക്കാണ് ഈ പിന്നെ മാറ്റിയിരിക്കണത് പോവാനല്ലേ? ഈ അവിടെ പോയിട്ട് 4 ആളെ വർത്താനം മാറും. ഒരു വഴിയൊക്കെ തെളിയും. മനസ്സൊന്ന് മാറട്ടെ. അതിന്റെ ആശ്വാസം. അത് എനിക്ക് വാ ഒരു മുഖം കഴുകുക ആദ്യം. ആ മേക്കപ്പ് ഒക്കെ പോയി ഓടെയോ? ഞാൻ മേക്കപ്പ് ഒന്നും ഇല്ല. എനിക്ക് അങ്ങനെ നോക്കാം. ശരി.